നമസ്കാരം. നാടിൻ്റെ നാവും നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർ തുളസി. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തുടങ്ങി നിരവധി വാർത്തകളാണ് ഇന്ന് കൊടുക്കുന്നത്. നമുക്ക് വാർത്തകളിലേക്ക് പോകാം. ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് 14,190, പവന് 1,13,520. സ്വർണ്ണവില അല്പം ഉയർന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ സ്വർണ്ണവില ഗ്രാമിന് 14,415, പവന് 1,15,320 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ്, ആശുപത്രിമുക്ക്, കുണ്ടറ. സാഹിത്യ പരിഷത്ത് കുണ്ടറ മേഖലാ സമ്മേളനം. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കുണ്ടറ മേഖലാ വാർഷിക സമ്മേളനം നടന്നു. സമ്മേളനം ചിറ്റുമല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി ബൈജു ഉദ്ഘാടനം ചെയ്തു. പരിഷത്ത് ജില്ലാ സംഘടനാ വിദ്യാഭ്യാസ കൺവീനർ പി ഹുമാം റഷീദ് പരിണാമ സിദ്ധാന്തം, രാഷ്ട്രീയവും സംസ്കാരവും എന്ന വിഷയത്തിൽ ക്ലാസ് അവതരിപ്പിച്ചു. പെരിനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി മനോജ്, ചവറ ഗവൺമെൻറ് കോളേജ് ചരിത്ര വിഭാഗം അധ്യക്ഷൻ ടി തുഷാദ്, ജോൺസൺ അസീസി, ബി ശ്രീകുമാർ, വി ജോൺ എന്നിവർ സംസാരിച്ചു. രണ്ടാം ദിവസം പ്രതിനിധി സമ്മേളനം മേഖലാ പ്രസിഡന്റ് വെള്ളിമൺ സന്തോഷ് അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി പി എം യേശുദാസൻ, ബി വസന്തകുമാർ, പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ എസ് പത്മകുമാർ, ബി കുഞ്ഞുമോൻ എന്നിവർ സംസാരിച്ചു. ഭാരവാഹികൾ പി എം യേശുദാസൻ സെക്രട്ടറി, കെ ശ്രീധരൻ പ്രസിഡന്റ്. ഒരു ഘടകത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾ, അതല്ലെങ്കിൽ ഒരു ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒരു ഭരണസമിതിയുടെ നേതൃത്വം എന്നതിനപ്പുറത്ത് പുരോഗമന കലാസാഹിത്യ സംഘമൊക്കെ തന്നെ ഈ മറ്റ് വിഷയങ്ങളൊന്നും കയറി വന്ന് നമ്മൾ ഇങ്ങനെ വന്നിരിക്കുന്നു. തീർച്ചയായും എനിക്ക് തോന്നുന്നത് 1960-കളിൽ രൂപപ്പെട്ട 60-62 രൂപപ്പെട്ട ശാസ്ത്രകാര്യ പരിഷത്ത്, അന്ന് ഞങ്ങളൊക്കെ ഒരു ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്ക് വരുമ്പോൾ നമ്മളെ കൗതുകങ്ങളെ തൊട്ടുണർത്തുന്ന അല്ലെങ്കിൽ ആകർഷിക്കുന്ന ചില മുദ്രാവാക്യങ്ങൾ, ഇന്ന് കാലഘട്ടത്തിനാവശ്യമായ മുദ്രാവാക്യങ്ങൾ പലരിൽ നിന്നും സമൂഹത്തിലേക്ക് സംഭാവന ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. പക്ഷെ അന്ന് നമ്മളെയൊക്കെ ആകർഷിക്കുന്ന, നമ്മളെയൊക്കെ മനസ്സിനെ, ഹൃദയത്തിനെ കീഴ്പ്പെടുത്തുന്ന മുദ്രാവാക്യങ്ങളിൽ ഒന്നായിരുന്നു അന്ന് ശാസ്ത്രം എന്നത് ഒരു സാമൂഹ്യ വിപ്ലവത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ശാസ്ത്രം സാമൂഹ്യ വിപ്ലവത്തിന് വേണ്ടി എന്ന ആ മുദ്രാവാക്യം. അപ്പോൾ നമ്മൾ ആലോചിച്ചത് എങ്ങനെയാണ് ഒരു ശാസ്ത്രത്തെ, സമൂഹത്തിൻ്റെ വിപ്ലവത്തെ. അപ്പോൾ അന്ന് വിപ്ലവം എന്താണെന്ന് അറിയില്ല, ശാസ്ത്രം എന്താണെന്ന് അറിയില്ല, സമൂഹം എങ്ങനെയാണെന്നൊന്നും അറിയാത്ത ഒരു കാലഘട്ടത്തിൽ ഇതിൻ്റെയൊക്കെ ഓരോ ചേർന്ന് വന്നതാണ് നമ്മളെല്ലാം. എനിക്ക് തോന്നുന്നത് എൻ വി കൃഷ്ണവാര്യർ സാറും മടിയൂരി സാറും ഒക്കെ ഇതിൻ്റെ ഒരു ആദ്യകാലത്ത് അന്ന് നമ്മളിങ്ങനെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ജൂറിക്കാട്ടിയും മറ്റുമൊക്കെ ആയിട്ടൊക്കെ ഇരിക്കുമ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ അന്ന് കേൾക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ആകർഷണീയതയായി തോന്നിയ ഒരു സംഘടന. അതിനോടൊപ്പം ചില കാര്യങ്ങൾ ശ്രീകുമാർ സാർ കൂടി പങ്കുവെക്കും. കാലഘട്ടത്തിനനുസരിച്ച് അതിൻ്റെ മുദ്രാവാക്യങ്ങളിൽ നമുക്ക് എങ്ങനെ സംഭാവന ചെയ്യാൻ കഴിയുന്നു എന്നതൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അപ്പോൾ സ്വാഭാവികമായും ശാസ്ത്രം അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. 100% ശാസ്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യം. എത്ര ശതമാനം ശാസ്ത്രമായി നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും എന്നതും അതിൻ്റെ കൂടെ തുന്നി ചേർക്കേണ്ടുന്ന ഒരു ചോദ്യമാണ്. എങ്ങനെയാണ് നമ്മൾ ശാസ്ത്രത്തെ കാണുന്നത്, ശാസ്ത്രമായ നമ്മുടെ സാമൂഹിക കാഴ്ചപ്പാട് എങ്ങനെയാണ് എന്നതൊക്കെ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നു എന്നത് നമുക്കറിയാം. ഒരു കാലത്ത് നമ്മൾ കേരളത്തിൽ ഉയർന്നു വന്ന ഒരു മുദ്രാവാക്യം എന്താണ് ഓർമ്മയുണ്ടാവുന്നത്? എങ്ങനെയാണ്? പട്ടിണിയായ മനുഷ്യാണി പുസ്തകം കയ്യിലെടുത്തോളൂ, പുത്തനൊരായുധമാണ് നിനക്ക് ആ പുസ്തകം കയ്യിലെടുത്തോളൂ എന്നുള്ള ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ തിരുവീതികളിലൂടെ പാടി വിളിച്ചു പോയതാണ്. അതിനെ സ്വീകരിച്ചവരുണ്ട്, സ്വീകരിക്കാത്തവരുണ്ട്. ചിലർ കടത്തന്നെ കേൾക്കും, അവന്മാർ പോകുന്നു, പട്ടിണിക്കാരൻ യവന്മാർ മറ്റവന്മാരാണ് എന്ന് നമുക്ക് മാർക്കിട്ടവരുണ്ട്. പക്ഷെ അമ്മേ, ഇതെങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു. എന്റെ മരുമോൾക്ക് ഇത് നന്നായി ചേരും. ഇത് അമ്മയ്ക്കുള്ളതാ. അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ. ഇത് വേണം. അമ്മയ്ക്ക് എപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത്. പൊന്നു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ. Express your love with golden moments. Chinnu
ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ് കുണ്ടറ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തയുടെ നാമം. 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. ഏതൊരമ്മയ്ക്കും അഭിമാനിക്കാനായി ചില നിമിഷങ്ങളുണ്ട്. എന്റെ മരുമകളുടെ സ്നേഹമാണ് എന്റെ അഭിമാനം. ഈ അമ്മ എന്റെ ഭാഗ്യല്ലേ. ഇടവിള കിറ്റ് വിതരണം ചെയ്തു. കിഴക്കേക്കല്ല ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി കിഴക്കേക്കല്ല കൃഷിഭവനിൽ SC വനിതകൾക്കുള്ള ഇടവിള കിറ്റ് വിതരണം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ വർഗീസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജയശ്രീ പിള്ള അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ അനീറ്റ വി ആൻ്റണി, പഞ്ചായത്ത് അംഗങ്ങളായ സിബി തോമസ്, ഗീത സജീവ്, അമ്പിളി രഞ്ജിത്ത്, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ രത്നകുമാരി, ഉണ്ണികൃഷ്ണൻ, സരിത എന്നിവർ സംസാരിച്ചു. This year, once again, Venus College has created history. We are proud to announce an extraordinary achievement. 344 students scored full A+ across Kerala. Out of them, 267 are from Class 10 and 77 are from Plus 2. Venus continues to hold the title of Kerala's #1 result-producing tuition center. We offer focused career guidance sessions that shape aspirations into clear goals. For science aspirants, we provide expert entrance coaching, and for commerce and humanities students, we provide civil service coaching that builds a strong foundation for the future. Our specially designed 100+ A+ coaching programs and the signature WinMaths coaching programs ensure every student not only learns but thrives. Want to speak with confidence? Enroll in our special spoken English classes. New batch starting June 16th. Here's what makes us exceptional. We also nurture creativity, curiosity, and character through arts festival, sports meets, science fairs, study tours, variety exams, and mock tests. Every student finds their spark. With branches strategically located at Kundara, Elamballur, Kudimuthikadu, and Chuvallur, Venus is more than just an institution. It is a growing network of excellence accessible to every aspiring students. Admissions are open now. Seats are limited and filling fast. Enroll today and be the part of the legacy of excellence. സ്പോർട്സ് ക്ലബ് ജേതാക്കൾ. ജില്ലാ യൂത്ത് ലീഗ് ഫുട്ബോൾ അണ്ടർ 13 ചാമ്പ്യൻഷിപ്പിൽ സെലസ് സ്പോർട്സ് ക്ലബ് മയ്യനാട് ജേതാക്കളായി. ഫൈനലിൽ 2-4 ഗോളുകൾക്ക് കൊയിലോൺ സോക്കർ ക്ലബ്ബ് കുണ്ട്രയെ പരാജയപ്പെടുത്തിയാണ് ഇവർ ജേതാക്കളായത്. ടൂർണമെൻറ്റിലെ മികച്ച താരമായി സെലസ് ക്ലബ്ബിലെ ഹമീദിനെ തിരഞ്ഞെടുത്തു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് SR അരുൺ ബാബു സമാപന സമ്മേളനം ഉദ്ഘാടനവും സമ്മാന വിതരണവും നടത്തി. ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് പന്മന മഞ്ചേഷ് അധ്യക്ഷത വഹിച്ചു. DFA ഭാരവാഹികളായ ദ്വാരക മോഹനൻ, KG ഗംഗാധരൻ, സെക്രട്ടറി ഷിഹാസ് A ആദം കുര്യൻ, പ്രേംനവാസ്, സനോവർ, കണ്ണപ്പൻ എന്നിവർ സംസാരിച്ചു. മനസ്സിനും ശരീരത്തിനും ആരോഗ്യം നിലനിർത്താൻ യോഗയോ വർക്കൗട്ടോ കളരിപ്പയറ്റോ പതിവാക്കൂ. രോഗങ്ങളെയും ഡിപ്രഷനെയും ഒഴിവാക്കൂ. ഏത് പ്രായക്കാർക്കും അഭ്യസിക്കാം. ഒരു ബാച്ചിൽ 5 പേർക്ക് മാത്രം പ്രവേശനം. MVG CBN കളരി കുണ്ടറ. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9447119980. അഭിനന്ദിച്ചു. കുണ്ടറ താലൂക്ക് ആശുപത്രിയിൽ ആധുനിക സൗകര്യങ്ങളോടെ ബഹുനില മന്ദിരം യാഥാർത്ഥ്യമാക്കിയ സർക്കാർ നടപടി കുണ്ടറ പൗരസമിതി അഭിനന്ദിച്ചു. സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും മികച്ച ചികിത്സ ലഭിക്കാൻ മുൻകൈയെടുത്ത സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാരായ വീണ ജോർജ്, KN ബാലഗോപാൽ, മുൻ മന്ത്രിമാരായ KK ശൈലജ, MA ബേബി, J മേഴ്സിക്കുട്ടിയമ്മ, PC വിഷ്ണുനാഥ് MLA എന്നിവർക്ക് യോഗം നന്ദി രേഖപ്പെടുത്തി. ആശുപത്രിയിൽ മുൻപുണ്ടായിരുന്ന ശോച്യാവസ്ഥ പരിഹരിക്കാൻ കുണ്ടറ പൗരസമിതിയുടെ നേതൃത്വത്തിൽ നിരന്തര സമരപരിപാടികൾ നടത്തിയിരുന്നു. താലൂക്ക് ആശുപത്രി അർഹിക്കുന്ന പ്രാധാന്യത്തോടെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടണമെങ്കിൽ മേഖലയിൽ രൂക്ഷമായിരിക്കുന്ന ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിന് മേൽപ്പാലങ്ങൾ കൂടി നിർമ്മിക്കണമെന്ന് യോഗം അഭിപ്രായപ്പെട്ടു. ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് മുൻ അംഗം ശിവൻ വേളിക്കാട് ഉദ്ഘാടനം ചെയ്തു. സമിതി പ്രസിഡന്റ് KO മാത്യു പണിക്കർ അധ്യക്ഷത വഹിച്ചു. സതീഷ് വർഗീസ്, സരോവരം ശ്രീകുമാർ, ഡോക്ടർ GK കുഞ്ഞാണ്ടിച്ചൻ, CD ജോൺ, NR ജ്യോതിഷ് കുമാർ, ഷറഫ് കുണ്ടറ, ബോബുലാൽ ബെന്നി, B രാമചന്ദ്രൻ, തുളസീധരൻ പിള്ള, TS വർഗീസ്, ചാലിൽ ജോസ് എന്നിവർ സംസാരിച്ചു. പെരുമ്പുഴ ഗ്രാമോദ്ധാരണ CS വായനശാലയുടെ നേതൃത്വത്തിൽ റിപ്പബ്ലിക് ദിന സെമിനാർ സംഘടിപ്പിക്കുന്നു. റിപ്പബ്ലിക് ദിന ചിന്തകൾ എന്ന വിഷയം ES സുരേഷ് അവതരിപ്പിക്കും. റിപ്പബ്ലിക് ദിനത്തിലാണ് സെമിനാർ.
നാട്ടുവട്ടം വാർത്തകൾ ഇന്നിവിടെ പൂർണ്ണമാകുമ്പോൾ ലൈല ക്രിയേഷൻസ് പുറത്തിറക്കിയിട്ടുള്ള 25 ഹ്രസ്വ ചിത്രങ്ങൾ യൂട്യൂബിൽ ലഭ്യമാണ്. ചിത്രങ്ങൾ കണ്ടിട്ടില്ലാത്ത സുഹൃത്തുക്കൾ ഇന്ന് തന്നെ ആ ചിത്രങ്ങൾ കാണുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ യൂട്യൂബിൽ രേഖപ്പെടുത്തുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഫസ്റ്റ് എഡീഷനും സെക്കൻഡ് എഡീഷനും കഴിഞ്ഞു. ലൈല ക്രിയേഷൻസ് 3ാം എഡീഷനിലേക്ക് ഈ മാസം കടക്കുകയാണ്. തീർച്ചയായിട്ടും അതിൻ്റെ മറ്റു വിവരങ്ങൾ പുറകെ അറിയിക്കുന്നതാണ്. നാളെ രാത്രി പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെ നാട്ടുവട്ടം ടീമിൻ്റെ സ്നേഹം, ആദരം.